നമസ്കാരം, ET മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ വാങ്ങുന്നത് ഒരു കമ്പനിയുടെ ഓഹരിയല്ല, മറിച്ച് ആ കമ്പനിയുടെ ഭാവിയാണ്. എന്നാൽ ആ കമ്പനി ഇപ്പോൾ വളർച്ചയുടെ പാതയിലാണോ, അതോ വളർന്നുകൊണ്ടിരിക്കുന്നതാണോ, അതോ വലിയ റിസ്കിലാണോ എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? പല നിക്ഷേപകരും വെറും കാഴ്ചകളുടെ മാത്രം വിശ്വസിച്ച് പണം കളയുന്നുണ്ട്. എന്നാൽ ഒരു പ്രൊഫഷണൽ നിക്ഷേപൻ കമ്പനിയുടെ ആയുസ് നിർണ്ണയിക്കാൻ പല വിധത്തിലുള്ള സാമ്പത്തിക വിശകലനങ്ങൾ നടത്താറുണ്ട്. ഇതിൽ ഏറ്റവും ലളിതവും എന്നാൽ അതീവ ഫലപ്രദവുമായ ഒരു രീതിയാണ് BCG മെട്രിക്സ്. BCG മെട്രിക്സ് ഒരു കമ്പനിയെ വെറും ലാഭനഷ്ട കണക്കുകൾക്കപ്പുറം അതിന്റെ വിപണിയിലെ സ്ഥാനവും വളർച്ചാ സാധ്യതയും വെച്ച് 4 ആയി തിരിക്കുന്നു. ഒരു കമ്പനിയെ വിലയിരുത്തുമ്പോൾ ഈ 4 വിഭാഗങ്ങളും നോക്കിയാൽ നിങ്ങൾക്ക് ആ കമ്പനിയുടെ നിലവിലെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കാം. BCG മെട്രിക്സ് പ്രകാരം ഒരു കമ്പനിയുടെ വിപണിയിലെ സ്ഥാനം മനസ്സിലാക്കാൻ 4 വിഭാഗങ്ങളിലൂടെ നമുക്ക് പരിശോധിക്കാം. ക്യാഷ് കൗ, സ്റ്റാർസ്, ക്വസ്റ്റ്യൻ മാർക്ക്, ഡോഗ്സ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളാണ് മെട്രിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ക്യാഷ് കൗ എന്നത് വിപണിയിൽ ഇതിനകം രാജാക്കന്മാരായ എന്നാൽ അധികം വളർച്ചാ സാധ്യതയില്ലാത്ത സ്ഥിരതയുള്ള കമ്പനികളാണ്. സ്ഥിരമായ ലാഭവിഹിതം ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് ഇവ വളരെ ഉചിതമാണ്. മറുവശത്ത് സ്റ്റാർസ് എന്ന് വിളിക്കപ്പെടുന്ന കമ്പനികൾ ഉയർന്ന വിപണി വളർച്ചയോടെ കുതിച്ചുയരുന്നവയാണ്. തങ്ങളുടെ ലാഭം വീണ്ടും ബിസിനസ്സിൽ നിക്ഷേപിച്ച് വളർച്ച ഉറപ്പാക്കുന്നതിനാൽ മൂലധന വളർച്ച ലക്ഷ്യം വെക്കുന്ന നിക്ഷേപകർക്ക് ഇവ മികച്ച അവസരമാണ്. എന്നാൽ ക്വസ്റ്റ്യൻ മാർക്സ് ഉയർന്ന വളർച്ചാ സാധ്യതയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വിപണി വിഹിതം കുറവായതിനാൽ വലിയ റിസ്ക് നിറഞ്ഞവയാണ്. അതിനാൽ ഇത്തരം കമ്പനികളിൽ വളരെ ശ്രദ്ധയോടെയും ചെറിയ തുക മാത്രമായും നിക്ഷേപിക്കുന്നതാണ് ബുദ്ധി. അവസാനമായി ഡോഗ്സ് എന്ന് വിളിക്കപ്പെടുന്നവയാണ്. വിപണിയിൽ വളർച്ചയില്ലാത്തതും വിഹിതം കുറഞ്ഞതുമായ കാലഹരണപ്പെട്ട ബിസിനസ് മോഡലുകൾ പിന്തുടരുന്ന കമ്പനികളാണിത്. ഇത്തരം കമ്പനികൾ നിക്ഷേപകരുടെ പണം വെറുതെ കെട്ടിക്കിടക്കാൻ മാത്രമേ സഹായിക്കൂ എന്നതുകൊണ്ട് അവയെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇന്ന് ഇതിലെ ക്യാഷ് കൗസ് മാത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം. ബോണസ് ടിപ്സായി ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു കമ്പനിയുടെ കേസ് സ്റ്റഡി കൂടെ മനസ്സിലാക്കാം. ബിസിനസ് ലോകത്ത് ഒരു വലിയ വിപണി വിഹിതം സ്വന്തമാക്കിയതും എന്നാൽ വളർച്ചാ നിരക്ക് വളരെ കുറഞ്ഞതുമായ ഉൽപ്പന്നങ്ങളെയോ കമ്പനികളെയോ ആണ് ക്യാഷ് കൗസ് എന്ന് വിളിക്കുന്നത്. ഒരു കറവ പശുവിൽ നിന്ന് നമ്മൾ ദിവസവും പാൽ കറന്നെടുക്കുന്നത് പോലെ ഇത്തരം കമ്പനികൾ നിക്ഷേപകർക്ക് സ്ഥിരമായി പണം അല്ലെങ്കിൽ ഡിവിഡൻഡ് വാരിക്കൊടുത്തുകൊണ്ടേയിരിക്കും. ഇതിന്റെ പ്രധാന സവിശേഷതകൾ എന്നാൽ വലിയ നിക്ഷേപം ആവശ്യമില്ല എന്നതാണ് ഒരു കാര്യം. വിപണി ഇതിനകം പക്വത പ്രാപിച്ചതുകൊണ്ട് തന്നെ പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനോ പരസ്യങ്ങൾക്കോ വലിയ തുക ചിലവഴിക്കേണ്ടതില്ല. സ്ഥിരമായ വരുമാനം മറ്റൊരു സവിശേഷതയാണ്. കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ് ഇതായിരിക്കും. ഈ ലാഭം ഉപയോഗിച്ചാണ് കമ്പനി മറ്റു പുതിയ ബിസിനസ്സുകളിൽ സ്റ്റാർസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്സിൽ പണം മുടക്കുന്നത്. ഓഹരി വിപണിയിൽ ഇത്തരം കമ്പനികൾ താരതമ്യേന സുരക്ഷിതമാണ്. പെട്ടെന്നുള്ള തകർച്ചകൾക്കോ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്കോ ഇവ പെട്ടെന്ന് കീഴടങ്ങില്ല. ദീർഘകാല നിക്ഷേപകർക്ക്, പ്രത്യേകിച്ച് റിസ്ക് കുറച്ച് സ്ഥിരമായ ഡിവിഡൻഡ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ തിരഞ്ഞെടുപ്പാണ് ക്യാഷ് കൗസ്. ക്യാഷ് കൗ എന്ന ആശയത്തിന് ബിസിനസ് ലോകത്ത് വലിയ പ്രാധാന്യമുണ്ടെങ്കിലും അതിന് ചില വ്യക്തമായ പരിമിതികളുമുണ്ട്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഈ പരിമിതികൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. പ്രധാനപ്പെട്ടവ നമുക്ക് മനസ്സിലാക്കാം. അമിത ആത്മവിശ്വാസമാണ് ഇതിലൊന്ന്. ഒരു കമ്പനി തങ്ങളുടെ ക്യാഷ് കൗ ഉൽപ്പന്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾക്കോ വിപണിയിലെ മാറ്റങ്ങൾക്കോ അനുസരിച്ച് മാറാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്താൽ അത് വലിയൊരു കെണിയാകും. പഴയ ലാഭത്തിൽ മാത്രം സന്തോഷിച്ചിരുന്നാൽ പെട്ടെന്ന് പുതിയൊരു മത്സരാർത്ഥി വന്ന് ആ വിപണി പിടിച്ചെടുക്കും. ഉദാഹരണത്തിന് നോക്കിയയുടെ ഫോൺ ബിസിനസ് ഒരു കാലത്ത് ക്യാഷ് കൗ ആയിരുന്നു. എന്നാൽ സ്മാർട്ട് ഫോണുകൾ വന്നപ്പോൾ അവർക്ക് അത് നഷ്ടപ്പെട്ടു. വിപണിയിലെ മാറ്റങ്ങൾ പരിമിതിയാകാം. സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് ഇന്നത്തെ ക്യാഷ് കൗ നാളത്തെ ഡോഗ് ആയി മാറാം. ഉപഭോക്താക്കളുടെ ഇഷ്ടം മാറുകയാണെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ വിപണി വിഹിതം പെട്ടെന്ന് ഇടിഞ്ഞേക്കാം. ഈ മാട്രിക്സ് ഇത്തരം പെട്ടെന്നുള്ള മാറ്റങ്ങളെ മുൻകൂട്ടി കാണുന്നില്ല. അമിതമായ ശ്രദ്ധ മറ്റൊരു പരിമിതിയാണ്. കമ്പനിയുടെ ഈ ഉൽപ്പന്നങ്ങളിൽ നിന്ന് വെറും ലാഭം മാത്രം കറന്നെടുക്കാൻ നോക്കിയാൽ അതിന്റെ നിലവാരം കുറയാൻ സാധ്യതയുണ്ട്. ഗുണനിലവാരം കുറഞ്ഞാൽ ഉപഭോക്താക്കൾ മറ്റുള്ളവരിലേക്ക് മാറും. ലാഭം മാത്രം ലക്ഷ്യമിട്ട് അറ്റകുറ്റപ്പണികളും വികസനം ഉപേക്ഷിക്കുന്നത് വലിയൊരു അപകടമാണ്. ഒരു ക്യാഷ് കൗ മേഖലയിൽ മറ്റു കമ്പനികൾക്ക് വളരെ എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിഞ്ഞേക്കാം. ഉദാഹരണത്തിന് വില കുറച്ച് ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് പ്രവേശിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള കടുത്ത മത്സരത്തെ നേരിടാൻ ക്യാഷ് കൗ മാത്രം പോരാ, അതിനപ്പുറം പുതിയ തന്ത്രങ്ങൾ കൂടെ വേണം. ഇനി ഒരു ഉദാഹരണം മനസ്സിലാക്കാം. ഇന്ത്യയിലെ മികച്ച ക്യാഷ് കൗ കമ്പനിയാണ് ITC. ഇതിനെ എന്തുകൊണ്ടാണ് ഒരു ക്യാഷ് കൗ എന്ന് വിളിക്കുന്നത് നോക്കാം. ITCയുടെ സിഗരറ്റ് ബിസിനസ് വളരെ വർഷങ്ങളായി വിപണിയിൽ ഒന്നാമതാണ്.
ഇതിന് വലിയ മാർക്കറ്റിങ്ങോ പുതിയ കണ്ടുപിടുത്തങ്ങളോ ആവശ്യമില്ലാത്ത സ്ഥിരമായ ഉപഭോക്താക്കളുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ലാഭം വളരെ വലുതും സുരക്ഷിതവുമാണ്. സിഗരറ്റ് വിപണിയിൽ വലിയ വളർച്ചയൊന്നുമില്ല, പക്ഷെ ലാഭം വളരെ കൂടുതലാണ്. ഇതാണ് ഒരു ക്യാഷ് കൗവിന്റെ ഏറ്റവും വലിയ ലക്ഷണവും. ഈ ലാഭം ഉപയോഗിച്ച് ITC സ്ഥിരമായി തങ്ങളുടെ നിക്ഷേപകർക്ക് മികച്ച ഡിവിഡൻഡും നൽകുന്നുണ്ട്. ഒരു നിക്ഷേപകൻ സ്ഥിരത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ITC ഒരു മികച്ച ചോയ്സ് തന്നെയാണ്. സിഗരറ്റ് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ചാണ് ITC അവരുടെ മറ്റ് ബിസിനസ്സുകളായ FMCG, പേപ്പർ ബോർഡ് തുടങ്ങിയവയിൽ നിക്ഷേപം നടത്തുന്നത്. അതായത് ക്യാഷ് കൗവിനെ കറന്ന്, അതായത് സിഗരറ്റ് ബിസിനസിനെ കറന്ന് അവർ പുതിയ സ്റ്റാർ ഉൽപ്പന്നങ്ങളെ വളർത്താൻ ശ്രമിക്കുന്നു. എങ്കിലും നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട കാര്യം, ITC ഒരു ക്യാഷ് കൗ ആണെങ്കിലും സിഗരറ്റ് വിപണിയിൽ സർക്കാരിന്റെ നികുതി വർധനവോ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഡിമാൻഡ് കുറയുന്നതോ ഒക്കെ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ITCയുടെ ഭാവി എന്നത് അവരുടെ ഈ ക്യാഷ് കൗവിനെ എത്രത്തോളം കാര്യക്ഷമമായി ഉപയോഗിച്ച് മറ്റു മേഖലകളിൽ വളരാൻ സാധിക്കുന്നു എന്നതിനെ കൂടെ ആശ്രയിച്ചിരിക്കും. ഒരു കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ്സായ കറവ പശുക്കളെ സംരക്ഷിക്കാനും നിലനിർത്താനും 4 പ്രധാന തന്ത്രങ്ങളാണ് കമ്പനികൾ സ്വീകരിക്കുന്നത്. ആദ്യം, വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ ചെറിയ നവീകരണങ്ങളിലൂടെ പാക്കിങ്ങിലോ സേവനത്തിലോ ഗുണനിലവാരം മെച്ചപ്പെടുത്തി ഉപഭോക്താക്കളെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. രണ്ടാമതായി, വിതരണ ശൃംഖലയെ മെച്ചപ്പെടുത്തുകയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച നിർമ്മാണ ചെലവ് കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഇത് ലാഭത്തിന്റെ തോത് കൂട്ടാൻ സഹായിക്കുന്നു. മൂന്നാമതായി, മികച്ച പരസ്യങ്ങളിലൂടെയും സേവനങ്ങളിലൂടെയും ഉപഭോക്താക്കൾക്കിടയിൽ ബ്രാൻഡ് ലോയലിറ്റി ഉറപ്പിച്ചു നിർത്തുന്നതിലൂടെ എതിരാളികൾക്ക് വിപണി പിടിച്ചെടുക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നു. അവസാനമായി, ക്യാഷ് കൗ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ തന്നെ കമ്പനിയുടെ മറ്റു ഉൽപ്പന്നങ്ങൾ കൂടി പരിചയപ്പെടുത്തി വിൽക്കുന്ന ക്രോസ് സെല്ലിംഗ് തന്ത്രത്തിലൂടെ ബിസിനസ് കൂടുതൽ കരുത്തുറ്റതാക്കാൻ കമ്പനികൾ ശ്രദ്ധിക്കുന്നു. ഈ മുൻകരുതലുകൾ എടുക്കുമ്പോഴും ഒരു കമ്പനി ഒരിക്കലും ഈ പശു തന്നെ എക്കാലവും പാൽ തരുമെന്ന് വിശ്വസിക്കില്ല. വിപണിയിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ക്യാഷ് കൗവിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ കമ്പനികൾ തങ്ങളുടെ സമ്പാദ്യം ഉപയോഗിച്ച് സ്റ്റാർസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആകാൻ സാധ്യതയുള്ള പുതിയ മേഖലകളിൽ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കും. ഇതൊരു ബാലൻസിംഗ് ആക്ട് ആണ്. കൂടുതൽ സംരക്ഷിക്കാൻ നോക്കിയാൽ വികസനം മുരടിക്കും, സംരക്ഷണം കുറച്ചാൽ വരുമാനം നിലയ്ക്കും. ചുരുക്കത്തിൽ, ക്യാഷ് കൗകളെ പാലിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവ കാലാഹരണപ്പെടുന്നതിന് മുൻപ് അടുത്ത സ്റ്റാർ ഉൽപ്പന്നങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു താങ്ങായി മാത്രമേ ഇതിന് കാണാവൂ. അമിതമായി ക്യാഷ് കൗകളിൽ മാത്രം വിശ്വസിക്കുന്ന കമ്പനിയുടെ വളർച്ചയെ മുരടിപ്പിക്കും. ഒരു കമ്പനിയിൽ ക്യാഷ് കൗസ് ഉണ്ടായിരിക്കുക എന്നത് അതിന്റെ സാമ്പത്തിക സുസ്ഥിരതയുടെ അടയാളമാണ്. എന്നാൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിജയത്തിൽ മാത്രം അമിതമായി ആത്മവിശ്വാസം കൊള്ളുന്നത് കമ്പനിക്ക് അപകടമാണ്. കാരണം വിപണിയിലെ സാങ്കേതിക മാറ്റങ്ങൾ മൂലം ഇന്നത്തെ ക്യാഷ് കൗ നാളത്തെ ഡോഗായി മാറാൻ സാധ്യതയുണ്ട്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സുസ്ഥിരത ഉറപ്പാക്കാൻ ക്യാഷ് കൗ കമ്പനികൾ അത്യാവശ്യമാണ്. എന്നാൽ അവയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വളർന്നു വരുന്ന സ്റ്റാർ കമ്പനികളുമായി ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ബുദ്ധിപരമായ നിക്ഷേപ തന്ത്രം. നിങ്ങൾക്കറിയാവുന്ന ക്യാഷ് കൗ കമ്പനികൾ ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക.